ഈ കാര്യങ്ങൾ സംഭവിക്കാത്ത ആളുകളും വീടുകളും വളരെ ചുരുക്കമായിരിക്കും. വളരെ സ്വാഭാവികമെന്ന് നമുക്ക് തോന്നുന്ന വളരെ ചെറിയ ഈ കാര്യം നമ്മുടെ ടൈം, എനർജി, പീസ് ഓഫ് മൈൻഡ് എന്നിവ നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോടൊപ്പം ഇന്ന് നമുക്ക് 2 വേർഡുകൾ കൂടി പഠിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന ആളുകളെ കൂടെ നിർത്തുക. ഇപ്പോൾ നമുക്ക് പ്രശ്നം മനസ്സിലായി, ബെനിഫിറ്റ്സ് മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാവട്ടെ. നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് അലമാര തുറന്ന് ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോൾ 50, 100, 500 ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ചെരുപ്പുകൾ, ഏത് ചെരുപ്പ് യൂസ് ചെയ്യണം എന്ന് സംശയം തോന്നിയിട്ടുണ്ടോ? ഒരു സർട്ടിഫിക്കറ്റോ ID കാർഡോ ബാങ്ക് പാസ്ബുക്കോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കാണാതെ പോയിട്ട് കണ്ടുപിടിക്കാൻ വലിയ ഒരു കൂട്ടം പേപ്പറുകൾക്കിടയിൽ നിങ്ങൾക്ക് തപ്പേണ്ടി വന്നിട്ടുണ്ടോ? അതായത് 500, 1000, 10,000 ഉള്ള വലിയ പേപ്പർ കെട്ടുകൾക്കിടയിൽ നിന്നും ഇത് തപ്പി കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അതിന്റെ പേരിൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ സംഭവിക്കാത്ത ആളുകളും വീടുകളും വളരെ ചുരുക്കമായിരിക്കും. വളരെ സ്വാഭാവികമെന്ന് നമുക്ക് തോന്നുന്ന വളരെ ചെറിയ ഈ കാര്യം നമ്മുടെ ടൈം, എനർജി, പീസ് ഓഫ് മൈൻഡ് എന്നിവ നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ പേരാണ് ക്ലറ്റർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്. എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാം? ഈ വീഡിയോയോടൊപ്പം ഇന്ന് നമുക്ക് 2 വേർഡുകൾ കൂടി പഠിക്കാം. ഒന്ന്, ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത ക്ലറ്റർ എന്ന വേർഡ് തന്നെയാണ്. ക്ലറ്റർ refers to a large collection of objects scattered in a disorderly, untidy manner or a surplus of confusing information. അതായത് ക്രമമില്ലാതെ അലങ്കോലമായി ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം സാധനങ്ങൾ, അവയാണ് ക്ലറ്റർ. അതുപോലെ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അമിതമായ വിവരങ്ങളും. വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ബാഗുകൾ, ചെരുപ്പുകൾ, ഡ്രസ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ഡോക്യുമെന്റ്സ്, ഇവയെല്ലാം ചേർന്ന് നമ്മുടെ വീടിനെയും ചുറ്റുപാടിനെയും മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ക്ലറ്റേഡ് ആക്കുന്നു. ഇത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ തടയുന്ന ഒരു കാര്യമാണ്. മെന്റൽ ക്ലാരിറ്റി കുറയ്ക്കുന്ന കാര്യമാണ്. മെന്റൽ ക്ലാരിറ്റി നേടാൻ നമുക്ക് സാധിച്ചാൽ എന്തിടണം അല്ലെങ്കിൽ എന്ത് വേണം എന്നുള്ള ചെറിയ ഡിസിഷൻസിൽ ഉള്ള സ്ട്രെസ് പോലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മിനിമലിസം എന്നാൽ സിമ്പിൾ ലിവിംഗ്, ഹൈ തിങ്കിങ് എന്നാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ജീവിതത്തിൽ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കി വാല്യൂ ഉള്ളതിന് മാത്രം സമയവും ശ്രദ്ധയും പണവും ചെലവാക്കുക. ഇത് വെറും ഒരു വീട് ക്ലീനിങ് അല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, മെന്റൽ ക്ലാരിറ്റി ആൻഡ് പീസ്. ക്രമമില്ലാതെ കിടക്കുന്ന സാധനങ്ങൾ സബ് കോൺഷ്യസ് ആയി നമ്മുടെ മൈൻഡിന്റെ സമാധാനം കുറയ്ക്കും. മൈൻഡിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ക്ലറ്റർ കുറയുമ്പോൾ മനസ്സ് ശാന്തമാകും. രണ്ടാമത്തെ ബെനിഫിറ്റ്, മണി സേവ് ചെയ്യാൻ സാധിക്കുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാതിരിക്കുമ്പോൾ തന്നെ അവിടെ മണി സേവ് ചെയ്യുകയാണ്. നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത് എനിക്ക് വേണോ എന്ന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം വാങ്ങുന്ന രീതി ഇമ്പൾസ് ബൈയിങ് എന്ന ശീലം കുറയ്ക്കും. ഇമ്പൾസ് ബൈയിങ്, അതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വേർഡ്. യഥാർത്ഥത്തിൽ അവ നമുക്ക് ആവശ്യമുള്ളവയായിരിക്കില്ല. ഓഫറുകൾ കണ്ടിട്ടോ, സൂപ്പർ മാർക്കറ്റിലെ റാക്കുകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടോ, ഓൺലൈനിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതോ ആയിട്ടുള്ള സാധനങ്ങളാവാം ഇവ. ഇങ്ങനെയുള്ള സാധനങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നതിനെ നമുക്ക് ഇമ്പൾസ് ബൈയിങ് എന്ന് പറയാം. ചിന്തിച്ചു വാങ്ങുന്നതിലൂടെ ഇമ്പൾസ് ബൈയിങ് ഇല്ലാതാകുന്നു. അത്രയും പണം അവിടെ സേവ് ആകുന്നു. മൂന്നാമത്തെ ബെനിഫിറ്റ്, ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്നു. മിനിമലിസത്തിലൂടെ ടൈം എങ്ങനെയാണ് സേവ് ചെയ്യാൻ സാധിക്കുന്നത്? മിനിമലിസത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിൽ നിന്നും ഒരൈറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു വസ്തു തിരിഞ്ഞു കണ്ടുപിടിക്കുന്നതിനുള്ള സമയവും അതുപോലെ തന്നെ ഓരോ തവണയും ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടവും നമുക്ക് ഇവിടെ കുറയ്ക്കാൻ സാധിക്കുന്നു. ആ സമയം അവിടെ സേവ് ചെയ്യുന്ന സമയം നമുക്ക് ഫാമിലിക്ക് വേണ്ടിയോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയോ നമ്മുടെ ഗോൾസ് നേടുന്നതിന് വേണ്ടിയോ നമ്മുടെ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിനോ ഉപയോഗിക്കാൻ സാധിക്കുന്നു. നാലാമത്തെ ബെനിഫിറ്റ്, ഫോക്കസ് കൂടും, ഡിസ്ട്രാക്ഷൻ കുറയും. ശ്രദ്ധ കുറയ്ക്കുന്ന ചിന്തകളും സാധനങ്ങളും ഒഴിവാക്കുമ്പോൾ തന്നെ ഫോക്കസ് കൂടും. ഇപ്പോൾ നമുക്ക് പ്രശ്നം മനസ്സിലായി, ബെനിഫിറ്റ്സും മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, 1 in 1 out. അതായത് നിങ്ങൾ പുതിയൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉപയോഗശൂന്യമായ അതേ വസ്തുവോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവോ വീട്ടിൽ നിന്നും ഒഴിവാക്കുക. അതായത് ഒരു ചെരുപ്പ് വാങ്ങുമ്പോൾ ഉപയോഗശൂന്യമായ മറ്റൊരു ചെരുപ്പ് ഒഴിവാക്കുക. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള മറ്റൊരു ഡ്രസ്സ് വീട്ടിൽ നിന്നും ഒഴിവാക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത് സാധനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക, ഇത് യഥാർത്ഥത്തിൽ എനിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണോ? കുറച്ച് നിമിഷമോ ദിവസങ്ങളോ ഒന്ന് വെയിറ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് ആവശ്യമുള്ള സാധനമാണ് എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ചിന്തിച്ചതിന് ശേഷവും നിങ്ങൾക്ക് തോന്നും ഇത് വേണ്ടത് തന്നെയാണെന്ന്, ആ സാധനങ്ങൾ വാങ്ങാം. പെട്ടെന്നുള്ള വാങ്ങൽ
ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ക്ലീൻ ചെയ്യാനോ നോക്കരുത്. വളരെ സ്ലോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഇത്. വളരെ സാവധാനം സമാധാനത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഷെൽഫിൽ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ടേബിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റം വൈസ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. മീൻസ് ചെരുപ്പുകൾ, ബാഗ്, ഡ്രസ്സ്, അങ്ങനെ ഓരോ ഐറ്റംസ് തിരിച്ചും ഈ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ പോയിന്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും ഓരോ ഐറ്റംസും എടുത്ത് തന്നെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കുമോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ഇങ്ങനെയുള്ളവ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പിലും ഈ ഒരു തിങ്കിങ് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന ആളുകളെ കൂടെ നിർത്തുക. ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, വിഷമിപ്പിക്കുന്ന, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഒരു ദിവസം കൊണ്ട് ഒന്നും സാധിക്കില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് മാറ്റേണ്ടത് അതും ഞാൻ പറഞ്ഞുതരാം. പ്ലാസ്റ്റിക്കിന്റെ എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ വീട്ടിലെത്തുന്ന ഹരിതകർമ്മ സേനയ്ക്ക് നൽകാവുന്നതാണ്. സാധാരണ കവറുകൾ, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറുകൾ ഒക്കെ പ്ലാസ്റ്റിക് കവറുകളാണ് നമ്മൾ സാധാരണ ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്നത്. അതോടൊപ്പം ടോയ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളുടെ വേസ്റ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹരിതകർമ്മ സേനയ്ക്ക് നൽകാവുന്നതാണ്. പ്ലാസ്റ്റിക്കിന്റെ ഈ സാധനങ്ങൾ ആക്രി സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് വിലയും കിട്ടാം. ഇനി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഡ്രസ് ഐറ്റംസ് നമ്മുടെ അലമാരകളിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളത്. ആദ്യമായി ചിന്തിക്കാവുന്ന കാര്യമാണ് അടുത്ത എവിടെയെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ക്ലോത്ത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ അവർക്ക് ഈ യൂസ് ചെയ്യുന്നില്ലാത്ത ഡ്രസ് ഐറ്റംസ് നമുക്ക് നൽകാവുന്നതാണ്. അവർക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയേക്കാം. ഇല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് പഴയ ഡ്രസ് ഐറ്റംസ്, പ്രധാനമായിട്ടും ബാഗ്, ചെരുപ്പുകൾ, കുപ്പി, അതായത് ചില്ലുകുപ്പിയുടെ വേസ്റ്റ് ഒക്കെ നമുക്ക് ഹരിതകർമ്മ സേനയ്ക്ക് നൽകാം. പക്ഷെ ഇത് എല്ലാ മാസവും അവർ കളക്ട് ചെയ്യണമെന്നില്ല. വർഷത്തിൽ 3-4 തവണയായിട്ട് ആയിരിക്കും ഇവർ കളക്ട് ചെയ്യുന്നത്. അത് കൃത്യമായി അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് നൽകുക. ഹരിതകർമ്മസേന റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ, വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. എന്തുതന്നെയായാലും ഹരിതകർമ്മസേന ഇപ്പോൾ ഒരു ബ്ലെസ്സിംഗ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഹരിതകർമ്മസേന കൊണ്ടുപോകുന്ന ഉപയോഗശൂന്യമായ പല സാധനങ്ങളും നമുക്ക് നേരത്തെ ഡിസ്പോസ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. അതായത് പ്ലാസ്റ്റിക് എവിടെ ഡിസ്പോസ് ചെയ്യാമായിരുന്നു? ആകെ 3-4 മാർഗമാണ് അന്നുണ്ടായിരുന്നത്. 3ഉം പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമാണ്. അതുകൊണ്ട് ഹരിതകർമ്മസേനയെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മിനിമലിസം പണക്കാർക്കോ പാവപ്പെട്ടവർക്കോ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. എല്ലാവർക്കും പ്രാക്ടിക്കലായി യൂസ്ഫുൾ ആക്കാൻ പറ്റിയ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മാത്രമല്ല, ഫാമിലിയോടൊപ്പം താമസിക്കുമ്പോഴും മിനിമലിസം പ്രാക്ടിക്കലാക്കാൻ സാധിക്കും. ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മാത്രം മതി. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കാനും പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും ശ്രമിക്കുക. ബെനിഫിറ്റ്സ് ഒരുപാടാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ സ്നേഹിക്കുന്ന 1-2 പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ ലൈഫിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാവട്ടെ.